ചോറിൻ്റെ കൂടെ അല്പം അച്ചാറുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലബ്. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ. ഞാൻ ഉപയോഗിച്ചത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. നല്ലെണ്ണയാണെങ്കിൽ കേടുകൂടാണ്ട് അച്ചാർ കുറേ നാൾ നമുക്ക് ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, 2 വറ്റൽമുളക് ഹോളായിട്ട് തന്നെ ഇടുക, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 വെളുത്തുള്ളി ചതച്ചാണ് അത് ചേർക്കാം. അപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ട് ചതച്ച ഇഞ്ചി. നല്ലൊരു മണം വരണം, നന്നായിട്ടത് മൂക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോകണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് കാന്താരി ആണെങ്കിൽ കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഒരു അധികം എരിവില്ലാത്ത മുളകാണ് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഞാൻ 1 കപ്പ് നിറച്ചെടുത്തേക്കുന്നത്. മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 150 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. ക്ലീൻ ചെയ്ത ശേഷം 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്, ഹീപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റുക. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആവിയിലൊന്ന് 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. സ്റ്റീം ചെയ്യുവാണെങ്കിൽ ഈ സമയത്ത് എടുത്താൽ ലാസ്റ്റ് ആഡ് ചെയ്യത്തുള്ളൂ. വെളുത്തുള്ളി ഇട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ്. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. പിരിയൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഫുള്ളായിട്ട് മാറണം, അതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കാം. കാൽ കപ്പ് വിനീഗർ. വേണമെങ്കിൽ ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/8 കപ്പ് വാട്ടറോടെ ചേർത്തു. വെള്ളം ഒരു 1/8 കപ്പ്. 1/8 എന്ന് പറഞ്ഞാൽ 1/4 കപ്പിൻ്റെ പകുതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടണം. നോർമൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയാണ്. ഒരു 1.25 ടീസ്പൂൺ ബ്രൗൺ ഷുഗറോടെ ചേർത്ത് ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. നന്നായിട്ട് കുറച്ചും കൂടെ ഗ്രേവി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറിച്ച ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ നേരം ഇട്ട് കുക്ക് ചെയ്താൽ വെളുത്തുള്ളി വല്ലാണ്ട് സോഫ്റ്റ് ആയിപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു ആവശ്യത്തിന് ക്രഞ്ച് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം മാത്രമേ നമുക്ക് ബോട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ പരുവത്തിൽ നമ്മൾ ഇതെടുത്തു. ഇത് ആറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് ആക്കാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എപ്പോഴും അച്ചാറിന് ഉപ്പും ഒക്കെ അതിൻ്റെ ഒരു പ്രിസർവേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉപ്പ് എപ്പോഴും ഇച്ചിരി മുമ്പിൽ ഉണ്ടാകുന്നതാണ് നല്ലത്. ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽസാണ് നല്ലത്. നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ബോട്ടിൽ ഉപയോഗിക്കുക.
നമ്മൾ 150 ഗ്രാം വെച്ചാണ് വെളുത്തുള്ളി വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയത്. അത് വെച്ചിട്ട് നമുക്കൊരു 300 ഗ്രാമോളം അച്ചാർ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ടേസ്റ്റ് ചെയ്യുക. ഇപ്പം വെനീഗറോ അല്ലെങ്കിൽ ഷുഗറോ സോൾട്ടോ ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. എപ്പോഴും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഫൈനലായിട്ട് ബോട്ടിൽ ചെയ്യാനായിട്ട്. ഇവിടെ ബോട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും എണ്ണ തെളിഞ്ഞ് കിടക്കണം. എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ ചീത്തയാവാണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയിലേക്ക്, ഒരു വെള്ള തുണിയിലേക്ക് ഇച്ചിരി നല്ലെണ്ണ നന്നായിട്ട് മുക്കിയ ശേഷം അത് മേലെ ഇട്ടാലും മതി. അച്ചാർ കേടുകൂടാണ്ടിരിക്കും. ഈ അച്ചാർ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ഒരു 1 വീക്കെങ്കിലും വെച്ച ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്ലേവർ പിടിക്കും. ഒരു 1 വീക്ക് മിനിമം വെച്ചിട്ട് സെർവ് ചെയ്യും. അപ്പോഴത്തേക്ക് നന്നായിട്ട് അച്ചാർ വെളുത്തുള്ളിയിലേക്കൊക്കെ അതിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.